ഫൈനലായിട്ട് ഞാൻ ഒരു തവണ കൂടി പറയാം, മര്യാദക്ക് നിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ താ. സാർ സത്യമായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ, എന്നെ വെറുതെ വിടാം പ്ലീസ്, ഞാനൊരു പാവമാണ് സാർ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ ജീവിക്കുന്നത്? സത്തുപൊടി ഒരു ഉപകാരം ഇല്ലാതെ ജീവിക്കുന്നതിൽ നല്ലത് നീ മരിക്കുന്നതാ. അവൾ വെറുതെ എന്റെ കുറെ സമയം കളഞ്ഞു. പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ ഓടി രക്ഷപ്പെടാം. പോലീസ് വന്നാലും എന്നെ ഒന്നും ചെയ്യില്ല, അത് വേറെ കാര്യം. അടുത്ത ആളെ തപ്പട്ടെ. ഇന്നലെ രാത്രി നടന്ന അതിക്രൂരമായ മരണത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇന്നലെ ഒരു രാത്രി ഏകദേശം 12 ക്രൈമുകളാണ് ലോസ് ആൻഡോസിൽ നടന്നിരിക്കുന്നത്. അതിൽ തന്നെ 6 കൊലപാതകങ്ങൾ. ഉയർന്നു വരുന്ന ക്രൈം റേറ്റ് ലോസ് ആൻഡോസിൽ ചർച്ചയാകുന്നതോടുകൂടി ലോസ് ആൻഡോസിലെ ആവറേജ് ക്രൈം റേറ്റിന്റെ എണ്ണം 113, അതിൽ മർഡേഴ്സ് 44. ഇതോടുകൂടി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സിറ്റിയായി നമ്മുടെ ലോസ് ആൻഡോസ് മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിമിനൽസിന്റെ ഒരു താവളം എന്ന് തന്നെ പറയാം. അൺഫോർച്ചുനേറ്റ്ലി ഇത് നിയന്ത്രിക്കാനുള്ള പോലീസ് ഫോഴ്സ് നമ്മുടെ ലോസ് ആൻഡോസിൽ ഇല്ല. ഉടനടി എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ ലോസ് ആൻഡോസിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറും. ന്യൂസ് കണ്ടത് ഇപ്പൊ തന്നെ കാട്ടും തുടങ്ങും. എത്ര കാട്ടുവാ ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ലോസ് ആൻഡോസ് നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ലോസ് ആൻഡോസിൽ പോലീസുകാരൊക്കെ വെടികൊണ്ട് വീണെന്ന് കണ്ടില്ലേ? ഇപ്പൊ തുടങ്ങും സ്പൈഡർമാൻ. അവന്റെ ഒരു കാർട്ടൂൺ സമ്മതിക്കില്ലല്ലോ. ഓക്കെ വെച്ച് തൊലെ. ഞാൻ കാർട്ടൂൺ കഴിയുമ്പോ പറയട്ടോ, നമുക്കൊന്ന് സിറ്റി വരെ പോകാണ്ട് പിന്നെ മൈക്കിന്റെ അടുത്തൊന്ന് കയറണം. അവനെ കണ്ടിട്ട് കുറച്ച് നാളായി. ഞാൻ പോയി കാറൊന്ന് കഴിയട്ടെ. ഓക്കെ സോ നേരെ മൈക്കിളിന്റെ വീട്ടിലേക്ക്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സിറ്റിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഇത് ഹൈവേ കയറി പോയി കഴിഞ്ഞാൽ കുറച്ച് എന്താ അവിടെ ഒച്ച കേൾക്കണേ. കുറെ ആൾക്കാർ കൂടിയൊക്കെ. പോലീസല്ലേ അത്? ഇപ്പുറത്ത് കുറെ വേറെ ആൾക്കാർ. പോലീസും വേറെ ക്രിമിനൽസും ആയിട്ട് യുദ്ധം. ആ കാറുകാരനൊക്കെ ജെറ്റിട്ട് പോയി. ഓ ഇതല്ലേ ന്യൂസിൽ പറഞ്ഞത്, ലോസ് ആൻഡോസ് ഫുള്ള് ക്രിമിനൽസ് ആണ്. പക്ഷെ പോലീസിനെ ഇതുപോലെ വട്ടം കൂടിയിട്ട് ആക്രമിക്കണ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡേഡി നമ്മളെന്താ ഇവിടെ നോക്കിക്കണം, വണ്ടി എടുത്ത് സ്ഥലം കലിയേക്കാം. ഞാനിത് വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണല്ലോ. പോലീസുകാർക്കൊന്നും അവന്മാരുടെ അടുത്ത് പിടിച്ചിരിക്കാനേ പറ്റുന്നില്ല. ന്യൂസിൽ പറഞ്ഞത് ഈ ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും പോലീസ് ഫോഴ്സ് നമ്മുടെ ലോസ് ആൻഡോസ് ഇല്ലെന്നല്ലേ. നമ്മളെന്തിനാ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണേ? അതൊക്കെ അവർ നോക്കിക്കോളൂ. ഫൈനലി കറങ്ങി തിരിഞ്ഞ് നമ്മൾ മൈക്കിളിന്റെ വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വന്ന വഴിക്ക് ഒരു 3-4 ക്രൈം എങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിട്ട് അടുത്തൊരു ക്രൈം ഇവിടെ ഉണ്ടോ എന്നോട് പറയരുത്. ഇത് കൂടി കൂട്ടി അത്ര 6ാമത്തെയോ എണ്ണാനൊന്നും സമയം കിട്ടിയില്ല. ഇവിടെയും പോലീസ് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ അധികം നേരം നിൽക്കണ സേഫ് അല്ല. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കയറിയ പണിയാണ്. ഇത്രയും മാത്രം ക്രിമിനൽസ് നമ്മൾ വളഞ്ഞു ഓടാതെ അവിടെ നിന്ന് പോലീസ് ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. നമ്മളെന്തിനാണ് വെടി വെച്ചത്? എനിക്ക് തോന്നുന്നത് ഈ ക്രിമിനൽസിന് വേറെന്തോ ലക്ഷ്യമുണ്ടെന്നാ. വഴി പോകുന്നവരെ എല്ലാരും വെടിവെക്കുന്നുണ്ടല്ലോ. ചുമ്മാ ഇവിടെ ഒരു കേസ് ഉണ്ടാക്കുക എന്ന അവരുടെ ലക്ഷ്യം തോന്നുന്നു. അടുത്ത വീഡിയോ തന്നെ മുമ്പ് മൈക്കിളിന്റെ വീട്ടിലേക്ക് കയറി സേഫാ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് മൈക്കിളിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മൈക്കിളെ രക്ഷിക്കടാ. ഒച്ചനക്കൊന്നും കേൾക്കാനില്ല. പുറത്തെ പ്രശ്നക്കാരൻ വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ തോന്നുന്നു. ഫ്രാങ്ക്ലിനെ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പുറത്തൊക്കെ പ്രശ്നം നടക്കുന്ന അറിയില്ലേ? വല്ല വീട്ടിലും പോയിരിക്കണം. അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നപ്പോ അപ്പോഴല്ലേ മനസ്സിലാവണം ഇത്രയും പ്രശ്നം ഇവിടെ വന്നുകൊണ്ടിരിക്കുവാന്ന്. എന്തായാലും ഇത് എങ്ങനെയാണ്? അത് ലോസ് ആൻഡോസിലെ പോലീസ് ഫോഴ്സ് കുറവാണെന്ന് മനസ്സിലാക്കിയ ക്രിമിനൽ ഗ്രൂപ്പുകൾ സിറ്റി ഫുള്ള് അറ്റാക്ക് ചെയ്ത് ഈ സിറ്റി അവരുടെ കൺട്രോളിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അവരെന്ത് ഡിമാൻഡ് വെച്ചാലും അത് നടത്തി കൊടുക്കണമല്ലോ. അതാണെന്ന് തോന്നുന്നു അവരുടെ അജണ്ട. അതാണ് സംഭവം. ചുമ്മാതല്ല അവന്മാർ റാൻഡായിട്ട് അവിടെ ഇവിടെ അറ്റാക്ക് ചെയ്യണത്. പക്ഷെ ഇങ്ങനെ പോയാൽ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കും. ഓക്കെ എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ചേട്ടാ മൈക്കിളെ എന്നാൽ ഞാൻ പയ്യെ അങ്ങോട്ട് പോയേക്കുവാ. എങ്ങനെയാലും വീട് പിടിക്കട്ടെ. ഞാൻ വാടാ ക്രിമിനൽസിന്റെ കണ്ണിപ്പെടാതെ വേണം പോകാൻ. ഓക്കെ ഫൈനലി ക്രിമിനൽസുകളൊക്കെ താണ്ടി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. എന്താ നമ്മുടെ വീടിന്റെ വാതിൽ തുറന്നു നടക്കണം. ഞാൻ അടച്ചിട്ടില്ലേ പോയത്? ഇതിലേക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ആരോ കയറിയിട്ടുണ്ടോ? നമ്മളിവിടെ ഇല്ലാത്തപ്പോ കയറാൻ വേണ്ടിയിട്ട് ആ ലോസ് ആൻഡോസ് ഫുള്ള് ക്രൈം നടക്കുന്ന സമയമല്ലേ. ഇനി വല്ല കളരെങ്ങാനും ആറ് നമ്മുടെ വീടിന്റെ അകത്ത് അവിടെ എന്തൊക്കെയോ കിടപ്പുണ്ടല്ലോ. എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടേക്കണോ അല്ല പേപ്പർ അത് ഇത് പൈസയല്ലേ കിടക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടാണ് നമ്മൾ ലീഡ് ചെയ്യണത്. ചിടിച്ചിട്ട് മറിഞ്ഞു നടക്കണ. ഇവിടെ ആരോ കയറി വിരകിയിട്ടുണ്ട്. നോക്കട്ടെ പിന്നെ എന്തൊക്കെയാ അവിടെ സംഭവിച്ചേട്ടാ. പേപ്പർ ബുക്ക് കസേരകളൊക്കെ വലിച്ചു വാരിയിട്ടേക്കണേ. ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നതാണ് നല്ലത്. ക്രിമിനൽസ് ഒക്കെ പൂന്ത് വിളയാണ സമയമാ. വീട്ടിൽ കയറി ആരെങ്കിലും ഒളിച്ചിരുന്ന് നമ്മുടെ നേരെ കത്തി വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ കള്ളനാണ് കയറി എന്റെ പൈസ ഞാൻ സമ്മതിച്ചു കൂട്ടി പൈസയൊക്കെ ആ ഒരു പെട്ടിയിലാക്കി സേഫ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങാനും കള്ളന് കിട്ടിക്കാണോ? നമ്മളാണ് വീടിന്റെ ഫ്രണ്ടിൽ $1 കിടക്കണേ കണ്ടായിരുന്നു. കള്ളം കയറിയാൽ തന്നെ അത് കണ്ടുപിടിക്കില്ലേ. ഒളിപ്പിച്ചിട്ട് വെച്ചേക്കണം. പക്ഷെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യട്ടെ. എന്തായാലും ഇത് ആരും കാണാൻ വേണ്ടി വഴിയില്ല. ബിക്കോസ് ഞാൻ നല്ല പെട്ടി ഭദ്രമായിട്ട് നമ്മൾ കിടക്കണ കട്ടിന്റെ അടിയിൽ വെച്ചേക്കണം. ആരെങ്കിലും ഇവിടെ വന്നാൽ തന്നെ നമ്മൾ അതറിയും. കട്ടിലിന്റെ അടിയിൽ ഇത് നോക്കട്ടെ. എന്താ പെട്ടി വെച്ച സ്ഥലത്ത് പെട്ടി കാണുന്നില്ല. കൈട്ടിട്ട് കിട്ടുന്നില്ല. അകത്തേക്ക് കയറി പോയാ മര്യാദക്ക് പെട്ടിക്ക് വരാൻ എന്താ അവിടെ ഒരു പേപ്പർ കഷ്ണം ഇരിക്കണത്. അതിങ്ങെടുക്ക്. എന്തോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോടാ ഇതില്. ഇതിലെഴുതിയേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. അത് ശരി. അതായത് നമ്മുടെ പൈസ മോഷ്ടിച്ചെന്ന്. കളബ്ലേഡി ക്രിമിനൽ. എന്റെ ജീവിത സമ്പാദ്യമാണ് അത്. എന്ത് ചെയ്യുന്ന വേറെ ചെയ്യാൻ? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. അവർ കള്ളനെ പിടിക്കും. ആ പൈസ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കേണ്ടായിരിക്കും. ഈ സമയത്ത് മൈക്കിളിന്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ നിങ്ങൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ റോഡിലൊക്കെ ഫുള്ള് ക്രിമിനൽസ് ആണ്. മാത്രമല്ല ഇവിടെ ആരും ഉണ്ടാവില്ല വീട്ടിൽ. ഇനി കള്ളമാറ്റി വന്നില്ല. അല്ല ഇനി കൊണ്ടുപോകാനൊന്നുമില്ല. അത് പറയാം. പക്ഷേ ഞാൻ നിങ്ങൾ വിട്ടിരിക്കുന്ന സേഫ്. സോ നിങ്ങൾ വിട്ടിരിക്കും. ഞാൻ പോയി കേസ് കൊടുത്തിട്ട് വരാം. അതിലൊക്കെ മര്യാദക്ക് പൂട്ടിക്കോ. ആരും വന്നാലും തുറക്കണ്ട. ഞാനാണെങ്കിൽ മാത്രം തോന്നാ മതി. വേഗം എത്രയും പെട്ടെന്ന്
കേസ് കൊടുക്കണം അത്രയും നല്ലത്. അവർക്ക് CCTV ഒക്കെ നോക്കി കളനെ പിടിക്കാൻ പറ്റൂലോ. കളിച്ച് ക്രിമിനൽസ് നമ്മുടെ എത്ര പെട്ടെന്നൊരു വീട്ടിൽ ആറാ നിങ്ങളൊക്കെ ക്രിമിനൽസ് നമ്മുടെ ഇവിടെ എത്തി. ഒരു ക്രിമിനലിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് പറ്റുന്നവരൊക്കെ തീർക്കാം. പെട്ടെന്ന് തോക്കൊക്കെ ആയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ചത്തില്ലേ. റിവേഴ്സ് എടുത്ത് പോയി അവനെ ഇടിപ്പിക്കട്ടെ. ഇവന്മാരെന്തിനാടാ എന്നെ അറ്റാക്ക് ചെയ്യണേ? ഇവന്മാരെ ഇടിച്ചിരിക്കാൻ സമയമില്ല. നമുക്ക് വണ്ടി എടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇതും കൂടി ചേർത്തൊരു കേസ് കൊടുക്കാം. ഓക്കെ ഫൈനലി ക്രൈമുകളൊക്കെ താണ്ടി നമ്മൾ സ്റ്റേഷൻ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരു സൈറൻ പോലീസ് എത്ര ഏതോ ക്രൈം ലൊക്കേഷനിലേക്ക് പാഞ്ഞു മറിച്ച് പോണേന്നു. പക്ഷെ കുറച്ച് നോക്കിയൊക്കെ ഓടിക്കാൻ പാടില്ലേ. ഓക്കെ അങ്ങനെ സ്റ്റേഷൻ എത്തി. പക്ഷേ ഇവിടെ എന്താ പോലീസിന്റെ വണ്ടി ഒന്നും കാണുന്നില്ല. ഓരോ ഓട്ടത്തിലേക്ക് ആയിരിക്കും. ഇനി പോലീസ് അകത്തുണ്ടാകാണ്ടിരിക്കോ? ഉള്ളിക്കേറി നോക്കാം. ന്യൂസിൽ പറഞ്ഞത് ക്രിമിനൽസിനെ നേരിടാനുള്ള അത്രയും പോലീസ് ഫോഴ്സ് നമ്മുടെ ലോസ് ആൻഡോസിൽ ഇല്ലെന്നല്ലേ. അകത്ത് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇത് ക്രിമിനൽസ് ആണോ അതോ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നവരാണോ? അവിടെ ഒരു പോലീസുകാരെ നിൽപ്പുണ്ട്. സാധാരണ ഫുള്ള് പോലീസുള്ള സ്ഥല. സാർ എനിക്കൊരു കംപ്ലൈന്റ് തരാനുണ്ട്. എത്ര പുള്ളി കേൾക്കാത്ത പോലെ നിൽക്കണ. സാർ കംപ്ലൈന്റ്. ആരുള്ളത്? അടുത്ത കംപ്ലൈന്റോ? എന്താണോ ഇനി എന്ത് കംപ്ലൈന്റ് എനിക്ക് തരാനുള്ളത്? എന്താന്ന് വെച്ചാൽ വേഗം പറ, കളയാൻ സമയമില്ല. സാർ എന്റെ വീട്ടിൽ കള്ളം കയറി. സാർ എന്റെ വീട്ടിലുണ്ടായിരുന്ന എന്റെ ജീവിത സമ്പാദ്യമായ $30,000 കട്ടുകൊണ്ടുപോയി. എന്നിട്ടൊരു എഴുത്തു കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. എന്താടാ $30,000 കട്ടുകൊണ്ട് പോയെന്നാ? ഇടയിൽ ലോസ് ആൻഡോസിൽ എന്തോരം ക്രൈംസ് നടക്കുന്നു. അപ്പോഴാണ് അവന്റെ ഒരു ചീള് റോബറി കേസ്. ന്യൂസ് ഒന്നും കാണുന്നില്ലടോ. കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോടോ. സാർ അങ്ങനെ പറഞ്ഞെങ്ങനെയാ? എന്റെ പൈസ പോയില്ലേ? ഞാനൊരു ലോസ് ആൻഡോസ് പൗരനല്ലേ? ഇവൻ പറഞ്ഞ മിസ്റ്റർ പൗര, താങ്കൾ ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ലോസ് ആൻഡോസ് എങ്ങും ക്രൈമുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. മഞ്ഞുപോയ ഭാഷയിൽ ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ചെറിയ കേസുകൾ എടുക്കാൻ സമയമില്ല. പ്ലീസ് ഗോ. അപ്പൊ ഈ കേസ് ഇവിടെ എടുക്കില്ലേ? സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ മഞ്ഞ വഴിക്ക് ഒരു തന്നെ വെടിവെച്ച് ആ കേസെങ്കിലും വെടിവെച്ചിട്ടൊന്നും കേസ് എടുക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കാം. എന്ത് മരിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കാം? പിന്നെ എന്തിനാണോ കേസ് എടുത്തിട്ട് കാര്യം? അപ്പൊ ഇവിടുത്തെ ലോ സിസ്റ്റമേ യൂസ്ലെസ് ആണ് ഈ സമയത്ത്. ഓക്കെ ശരി സാർ, ഞാൻ നോക്കണം. ആ കളനെ പിടിക്കാൻ പറ്റുന്നു ഞാനും നോക്കട്ടെ. കളിച്ച് നമ്മുടെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി തുടങ്ങി കള്ളന്മാരി. നമ്മുടെ വണ്ടിയും വേണ്ടി വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഇനി അതും ഞാൻ തന്നെ നന്നാക്കണം. പോലീസുകാരോട് ഒരു ആവശ്യത്തിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെ ഇത്രയും ക്രിമിനൽസ് ഉള്ള ഈ ലോസ് ആൻഡോസിൽ? തൽക്കാലം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. ലോസ് ആൻഡോസിലെ ക്രൈം റേറ്റിന്റെ എണ്ണം 315 വർദ്ധിച്ചിരിക്കുന്നു. ഇനി ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണമെന്ന് വേൾഡ് അനലിസ്റ്റുകൾ. എത്ര സ്പൈഡർമാനാ? ഓക്കെ എന്തായാലും ഞാൻ ഈ ന്യൂസ് കണ്ടു മടുത്ത്. ഇന്ന് അതിന്റെ കാർട്ടൂൺ ഇതാണോ ഡെയിലി കാണുന്ന സ്പൈഡർമാൻ? കൊള്ളാലോ. പക്ഷെ അവന്റെ ഫേസ് കാണിച്ചില്ല. ഇവരെന്താ ഈ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു? സ്പൈഡർമാൻ ഇത്ര ഫാൻസാ? സ്പൈഡർമാൻ 1 and 2 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേത് സ്പൈഡർമാൻ? എന്തായാലും കണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇത് കാർട്ടൂൺ ആണോ അതിന്റെ ഇൻട്രോ? സ്പൈഡർമാൻ ചാടി ചവിട്ടി കറങ്ങി പറഞ്ഞാൽ കൊടുത്ത് എന്റെ മോഹന് ഏതാ എൻട്രി? പുള്ളിയുടെ കയ്യിന്റെ ഉള്ളിൽ നിന്നല്ലേ വല പോകേണ്ടത്. ഈ സ്പൈഡർമാൻ എന്താ അവിടുന്ന് പോയത്? അതറിയില്ലേ? ഈ സ്പൈഡർമാന് ശരിക്കും വല വിടാനുള്ള പവർ ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഫാമിലി മെമ്പറിനെ കൊന്നത് കാരണം അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് സ്പൈഡർമാന്റെ സ്യൂട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ശക്തിയും റീക്രിയേറ്റ് ചെയ്ത് അവരോട് പ്രതികാരം വീട്ടാൻ പോണ നായകന്റെ കഥയാണ് ഈ കാർട്ടൂൺ. അപ്പൊ അതാണല്ലേ ഇതിന്റെ കഥ. ആദ്യം ഇന്റർഫേസിൽ എന്തൊക്കെ കാണിക്കണേ? പുള്ളിയുടെ ആ മാസ്കിനകത്ത് എന്തോ സെറ്റ് ചെയ്തേക്കാന്ന് തോന്നുന്നു. കൊള്ളാം, നാടിന് വേണ്ടി ഒരു നായകൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലോസ് ആൻഡോസിന്റെ അവസ്ഥയിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പൈഡർമാനായി ഈ ലോസ് ആൻഡോസിന്റെ നായകനായി കൂടാ? അപ്പൊ ഷിജാനെപ്പോലുള്ള പിള്ളേര് നമ്മുടെ ഫാനാവൂലേ? മാത്രമല്ല ഇവിടുത്തെ പ്രശ്നങ്ങളും തീരും. എഴുന്നേക്ക് ഷിജാനെ, ഞാൻ ഇതുപോലെ സ്പൈഡർമാനായി മാറിയാലോളാ. എന്താടാ ഉണ്ടാക്കാൻ അറിയാവുന്ന? ഈ ഫ്രാങ്കിന് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ടോ ലോസ് ആൻഡോസ്? സകലകല വല്ലവൻ. ഞാൻ നിങ്ങൾ കാർട്ടൂൺ കണ്ടിരിക്കും. ഞാൻ ഇപ്പൊ സ്റ്റോർ റൂമിനകത്ത് പഴയൊരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിയിട്ടെടുക്കണം. പിന്നെ സ്പൈഡർമാന് ക്രൈംസ് നടക്കുന്ന സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് നമുക്ക് പോലീസ് ഡേറ്റാബേസ് ഹാക്ക് ചെയ്ത് മാസ്കി കൊടുക്കാം. എന്തോ സ്യൂട്ട് ഉണ്ടാക്കാനെന്നും പറഞ്ഞ് നേരത്തെ കയറിയിരുന്നാണല്ലോ ഈ പാതിരാത്രിക്കും തയ്ച്ചോണ്ടിരിക്കണ. ഉറങ്ങാനും സമ്മതിക്കില്ലോ. ഒന്ന് നിർത്തോ? മനുഷ്യന്മാർ കിടന്ന് ഉറങ്ങണം. എന്താ നിർത്താനാ? ഞാൻ ഇത് ഉണ്ടാക്കി അതിന്റെ സ്പിരിറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുക. ഉറങ്ങാനും സമയമില്ലടാ. മിക്കവാറും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഞാൻ തയ്ച്ച് തീർക്കും. ബ്ലൂ പ്രിന്റ് ഒക്കെ റെഡിയാക്കി തയ്ച്ചു തുടങ്ങിയപ്പോ തന്നെ ഈ സമയം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ. ഓക്കെ, ഇത് സ്യൂട്ടിന്റെ ഒരു ഭാഗം മാത്രം. പണ്ട് ആൺ തൈല് പിടിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയില്ല. നീ പോയി കിടന്നോടാ. ഇത് ഇപ്പോഴൊന്നും തീരൂല. ഗുഡ് നൈറ്റ്. എന്നാ എന്തെങ്കിലും കളിക്കും. ഞാൻ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോവാ. ബൈ. എന്താണോ ഒരൊച്ച? ഫ്രാങ്ക്ലിൻ ഭായ എഴുന്നേക്ക്. രാവിലെ ഫ്രാങ്ക്ലിൻ ഭായ് ഇന്നലെ രാത്രി എന്തോ സ്പൈഡർമാന്റെ സ്യൂട്ട് തയ്ച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ? അവിടെ നോക്കട്ടെ. ഇന്നലെ രാത്രി തന്നെ തീർക്കൂന്ന് പറഞ്ഞു. അവിടെ എന്തോണ്ട്? കണ്ടിട്ട് സ്പൈഡർമാന്റെ സ്യൂട്ട് പോലെ തന്നെ ഉണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ഭായ് ശരിക്കും രാത്രി ഉണ്ടോ തീർത്താ? തീ കറക്റ്റാ സ്പൈഡർമാനെ പോലെ തന്നെ. എനിക്ക് കൈന്റെ അവിടെ ആ കാർട്ടൂണിലുള്ള അതേപോലെ സാധനം വെച്ച് വല വിടണ സാധനം ഫ്രാങ്ക്ലിൻ ഭായ് കറക്റ്റ് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത്. ഫ്രാങ്ക്ലിൻ ഭായ്ക്ക് ഇത്ര പറ്റിയ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാ. ഓക്കെ, ഇപ്പൊ തന്നെ ഫ്രാങ്ക്ലിൻ ഭായ് ചോദിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ഈ സ്പൈഡർമാന്റെ സ്യൂട്ട് ഇത് വർക്കാവോ? ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേക്ക്.
എത്ര ഷിൻചാനെ നീയാ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഇത്ര ലേറ്റ് ആയിട്ട് കിടന്നത് തന്നെ. ഫ്രാങ്ക്ലിൻ ബൈ ഈ സ്യൂട്ട് സ്പൈഡർമാന്റെ സ്യൂട്ട് ഇത് കംപ്ലീറ്റ് ആക്കിയോ? സ്പൈഡർമാൻ ഇന്നലെ ഞാൻ അതായിരുന്നില്ലേ വൈകിയത്. ഇപ്പൊ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ മറന്നേ പോയടാ. ജസ്റ്റ് ഷിൻചാനെ ഇന്നലെ രാത്രി അത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇതൊക്കെ ഈ ഫ്രാങ്ക്ലിന്റെ ജുജുപ്പി മാറ്റർ. ഈ സ്യൂട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്പൈഡർമാൻ ആടാ. സ്പൈഡർമാൻ ഫ്രം ലോസ് ആൻഡോസ്. ആണാ? എന്നാ അതങ്ങോട്ട് എടുത്തിട്ട് ഫ്രാങ്ക്ലിൻ ബൈ. അത് ശരി, ഞാൻ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല, ടെസ്റ്റ് ചെയ്യേണ്ട സമയം. പക്ഷേ ഷിൻചാനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം വേറെ ആരോടും പറയാൻ വേണ്ടി പാടില്ല. ബിക്കോസ് സ്പൈഡർമാൻ ആരാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഇറ്റ്സ് ഡേഞ്ചറസ്. ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ ആരോടും പറയില്ല. ഉറപ്പാണോടെയാ? ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സ്യൂട്ട് ഇട്ടോ കണ്ട സമയം ഇങ്ങെത്തി. ആക്ച്വലി ഇതിൽ പഠിക്കാനൊന്നും ഇല്ല, കാരണം ഞാൻ തന്നെയാണല്ലോ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. പക്ഷെ എന്നാലും സ്പൈഡർമാൻ്റെ മെയ് വഴക്കം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആവാനുണ്ട്. ഓക്കെ, സ്യൂട്ട് എടുക്കും. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റ് ഫിറ്റാ. ഇത് ഒരു മീഡിയം സൈസുള്ള ആർക്കും ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഞാൻ തയ്ച്ച് സെറ്റ് ആക്കിയേക്കുന്നത്. ഇട്ടിട്ട് നല്ല കംഫർട്ടൊക്കെ ഉണ്ട്. പിന്നെ ആരെ ഇത് ഉണ്ടാക്കിയത്? ഞാൻ എങ്ങനെയാ സ്പൈഡർമാൻ ഫ്രാങ്ക്ലിൻ ബൈ കറക്റ്റ് സ്പൈഡർമാൻ പോലെ ഉണ്ട്. എന്താ സ്പൈഡർമാനെ പോലെയാ? സ്പൈഡർമാനെ ഞാനടാ. ഐ മീൻ സ്പൈഡർമാൻ എന്നുള്ളത് ശരിക്കും ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ലേ? പക്ഷെ ഇപ്പൊ ലോസ് ആൻഡോസ് ശരിക്കും പറഞ്ഞുകൊണ്ട് ദി വൺ ആൻഡ് ഓൺലി റിയൽ സ്പൈഡർമാൻ. ദാറ്റ്സ് മീ. കം ഓൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രാക്ടിക്കലി ഒന്ന് ടെസ്റ്റ് നോക്കട്ടെ. ഇത്ര നേരം ഫുൾ തിയറി ആയിരുന്നു, ഇനി അങ്ങോട്ട് ഹീറോ ടൈം. ഫ്രാങ്ക്ലിൻ ബൈ സ്പൈഡർമാന്റെ ഇരിക്കണ പോസ് ഇടാവോ? ഇരിക്കണ പോസാ? പിന്നെന്താ, ഇന്നാ പിടിച്ചോ. ഇതല്ല എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈൽ രാജ്. ഫ്രാങ്ക്ലിൻ ബൈ സൂപ്പർ സൂപ്പർ വലയിട് ഫ്രാങ്ക്ലിൻ ബൈ. വലയാ? എന്തായാലും എനിക്ക് സിറ്റി വരെ പോണം. ഓക്കെ, ഞാൻ പോയി. ഫ്രാങ്ക്ലിൻ ബൈ എന്നെ ഇവിടെ കൊണ്ടുപോ. നിന്നെ കൂടി കൊണ്ടുവരാ? അതിന് ഞാൻ വീഗാലാൻഡ് ട്രിപ്പ് പോവല്ലടാ. ലോസ് ആൻഡോസിലെ കുറ്റകൃത്യങ്ങൾ തടുത്തിരുത്താൻ പോവാ. ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാം. നേരത്തെ ഈ സ്യൂട്ട് ഉപയോഗിക്കാത്ത കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. കുഴപ്പമില്ല, പഠിക്കാം. ഇന്ന് നല്ല ശാന്തമായ അന്തരീക്ഷം, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു തീർന്നില്ല. എന്താ ഇത് പ്രസന്നലേഷമോ? വേഷമൊക്കെ കെട്ടിരിക്കുന്നത്. ചേടാ, ഏതെങ്കിലും ക്രൈം സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയി അവന്മാരെ തീർക്കണം. പോലീസ് ഡേറ്റാബേസ് ഹാക്ക് ചെയ്തിട്ട് സ്പൈഡർ സെൻസ് ഞാനിതിൽ സെറ്റ് ചെയ്താ, പക്ഷെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു? ഞാൻ സെറ്റ് ചെയ്തില്ല, ആദ്യമായിട്ടല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന. ചേട്ടാ, ഒരു സൈറൻ ഒച്ചയിലേ കേൾക്കുന്നത്. പോലീസ് സൈറൻ. ഇവിടെ അവിടെ ഒരു ക്രൈം നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോവാ. ഞാൻ വരുവാ. സ്പൈഡർമാൻ. അതെ, അവിടെയാണ് സംഭവം നടക്കുന്നത്. ഹെലികോപ്റ്റർ കണ്ടല്ല. ഒരു ക്രൈമും നടക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. എന്നാ പിടിച്ചോ. സ്പൈഡർമാൻ. ഓ, എവിടെ പിടി ഓടി ഇന്ന്. ക്രൈം റേറ്റിൽ ഏറ്റവും ഫാസ്റ്റിലെത്തിയ സിറ്റി ഇനിതാ ക്രൈം റേറ്റിൽ ഏറ്റവും താഴേക്ക് എത്തിയിരിക്കുന്നു. ഭയന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന ലോസ് ആൻഡോസ് പൗരന്മാർ സന്തോഷത്തോടെ സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കുന്നു. ഇതിനെല്ലാം കാരണം ആര്? ദി വൺ ആൻഡ് ഓൺലി സ്പൈഡർമാൻ ഫ്രം ലോസ് ആൻഡോസ്. ലോസ് ആൻഡോസിലെ പോലീസിനും ഗവൺമെന്റിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സ്പൈഡർമാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ക്രൈം ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്പൈഡർമാൻ വരുമോ എന്നൊരു പേടി ക്രിമിനൽസിന്റെ ഉള്ളിലുണ്ടാവും. ആ പേടി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവും. ആക്ച്വലി ഇപ്പൊ ലോസ് ആൻഡോസിലെ ക്രൈം റേറ്റ് 0 ആണ്. 0. ഫൈനലി നമ്മുടെ പദ്ധതി പോലെ നടന്നിച്ചാനെ സ്പൈഡർമാൻ ആയിട്ട് ഞാൻ ഇവിടുത്തെ ക്രൈംസ് നിയന്ത്രിച്ചു. നമ്മളാരാന്നോ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ക്രൈം ഒന്നും നടക്കൂലേ? ക്രൈം നടക്കൂലെന്ന് ചോദിച്ചാ നടക്കൂടാ. അല്ല, ചിലർ ക്രൈം ഒക്കെ നടക്കും. പക്ഷെ അത് തടുത്തിർത്താൻ ഞാൻ അവിടെ സ്പൈഡർമാൻ ആയിട്ടുണ്ടാവും. മൈ ഡിയർ ബ്രദേഴ്സ്, എല്ലാ ക്രിമിനൽ ഗ്രൂപ്പുകളുടെയും തലവന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ആൻഡോസിനെ ഒരു ക്രിമിനൽ ബേസ് ആക്കി മാറ്റുന്ന നമ്മുടെ പ്ലാനിൽ ആ സ്പൈഡർമാൻ കയറി തലയിട്ടിരിക്കുകയാണ്. ഇതിനൊരു പോംവഴി നമുക്ക് കണ്ടേ പറ്റൂ. സോ തൽക്കാലം നമ്മൾ ക്രൈംസ് ഒക്കെ നിർത്തിവെച്ച് ആ സ്പൈഡർമാനെ പിടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഒരു പെർഫെക്റ്റ് പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. ആ സ്പൈഡർമാൻ നമ്മുടെ വലയിൽ വന്ന് വീഴും. സോ ലെറ്റ്സ് ക്യാച്ച് ഹിം. എന്താടാ ഇന്ന് ലോസ് ആൻഡോസ് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നത്? സ്പൈഡർമാൻ വന്നതോടുകൂടി ലോസ് ആൻഡോസ് പീസ്ഫുൾ ആയി. ഇപ്പൊ കുറ്റകൃത്യങ്ങളൊന്നും കറന്റ് നടക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു ക്രൈം പോലും നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ എന്തോ തകരാറുള്ളത് പോലെ. എനിവേ, നമുക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നല്ലോ, പീസ്ഫുൾ ആയിട്ടുള്ള ലോസ് ആൻഡോസ്. പക്ഷെ പെട്ടെന്നായ പോലെ ഇന്നത്തെ ദിവസം എന്റെ ആവശ്യം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇനി ക്രൈംസ് ഒന്നും നടക്കാൻ സാധ്യതയില്ല. അവളെ തിരിച്ച് വീട്ടിൽ പോ. അയ്യോ, വലയിടാൻ സ്ഥലമില്ലേ? ഞാൻ തിരിച്ചെത്തിയടാ. എന്താ വീട്ടില് ഭയങ്കര നിശബ്ദതയൊക്കെ. ഷിൻചാനെ എവിടെ പോടാ? നിങ്ങള് എങ്ങും പോരെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? അല്ലെങ്കിൽ ആവശ്യം വരുമ്പോ മറുപടി ഉണ്ടാവില്ല. ഷിൻചാനെ എവിടെയാടാ? TV കണ്ടോണ്ടിരിക്കും. എന്തിനാടാ ഷിൻചാനെ ഈ സ്പൈഡർമാന്റെ കാർട്ടൂണൊക്കെ കാണുന്നത്? സ്പൈഡർമാനെ ഇവിടെ അവന്മാരിവിടെ ഇല്ലല്ലോ. TV ഓഫ് ആണ്. ചോപ്പിന്റെ കൂണ്ട് ഉള്ളിൽ കിടന്ന് ഉറങ്ങുക. ചോപ്പിനെ കാണാനല്ല. എന്താ ഇവിടെ എന്തോ എഴുത്ത പേപ്പറാ. പിന്നെ എഴുത്ത് വെച്ചിട്ട് നാട് വിട്ടു പോയാ. നീ അവിടെ വായിച്ചോട്ടെ. മിസ്റ്റർ സ്പൈഡർമാൻ, നിങ്ങളുടെ പയ്യൻ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുള്ളത്. ജീവനോടെ അവനെ രക്ഷിക്കണമെങ്കിൽ താഴെ കാണുന്ന കോർഡിനേറ്റ്സിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. സമയം വൈകും തോറും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ തട്ടിക്കൊണ്ടുപോയാ? ആരാണ് ഇവനൊക്കെ? സ്പൈഡർമാൻ ഞാനാണെന്ന് അവനെങ്ങനെ അറിയാം? പോലീസുകാർക്ക് പോലും അറിയാത്ത ഇവന്മാരെങ്ങനെ കണ്ടുപിടിച്ച്? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചു. എന്തോ ഒരു പന്തികേട് വരാൻ പോവാന്ന്. ഇനി പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല. അവന്മാരെ ആ ലൊക്കേഷൻ ആ
പ്രകാരമുള്ള ലൊക്കേഷൻ അത് ഇവിടെയാണല്ലോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലം ലാൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ബേബി ഷിൻചാൻ ജോപ്പല്ലേ ഇതിനകത്തുള്ളത്? ജാങ്കോ, നമ്മുടെ പ്ലാൻ പ്രകാരം അവനിവിടെ വന്നു. ഫ്രാങ്ക്ലിൻ ഭായ്, രക്ഷിക്കും ഫ്രാങ്ക്ലിൻ ഭായ്. അവർ ഞങ്ങളെ തട്ടിക്കൊണ്ട് വന്നു. ബോധം വന്നപ്പോ ഇവിടെയാ ഇതിനകത്ത്. നിക്കടാ, പക്ഷെ ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ല. നിങ്ങൾ വെറുതെ ഇവിടെ വിട്ടിട്ട് പോയോ? ചിലപ്പോ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ അയക്കടാ. ഇന്നാ പിടിച്ചോ. ഞാൻ ഈ ബട്ടൺ അമർത്തിയാൽ നീയും നീ നിൽക്കുന്ന സ്ഥലവും ചാമ്പലാക്കും. Here we go. ഇതാണ് സ്പൈഡർമാൻ. സ്പൈഡർമാന്റെ സെക്ഷൻ ഉണ്ടെങ്കിലും അവനൊരു മനുഷ്യനാ. അവനെ കൊല്ലാൻ പറ്റും. ഇപ്പൊ അവൻ കത്തി എന്താ ഒരു അസ്ഥികൂടം പോലും ഇല്ലേ? അത്ര കത്തിച്ചമ്പല ബേബി. ഇവിടെ അവിടെ എന്തോ ഉണ്ടല്ലോ. എന്താ നീ വിചാരിച്ചത്? നിന്റെ ചീപ്പ് ട്രാപ്പിൽ ഞാൻ വന്ന് വീടുന്നോ? ആഫ്റ്റർ ഓൾ ഐ ആം സ്പൈഡർമാൻ. ബ്ലഡി ഫൂൾ കിളവാ. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ് സ്പൈഡർമാൻ ആണ്. സ്പൈഡർമാൻ, നീ ബോംബ് പൊട്ടിക്കുന്നതിന് 1 സെക്കൻഡ് മുമ്പ് ഞങ്ങളെ രക്ഷിച്ച് ഇവിടെ എത്തിച്ച്. അയ്യോ, അവൻ രക്ഷപ്പെട്ടി. ഇനി എന്ത് ചെയ്യും? അയ്യോ, സ്പൈഡർമാനെ കൊല്ലാൻ നോക്കുന്നോടാ ബ്ലഡി ഫൂൾ. അതും നമ്മുടെ പയ്യന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് പിടിച്ചോ, നീ കണ്ണെടുക്കുമല്ലേ? This is Spider-Man of Los Santos. ക്രിമിനൽസിനെ എനിക്ക് ഇഷ്ടമല്ല. എന്താ അവിടെ നിന്നൊരു പടയിളകി വരുന്ന പോലെ. ഓഹോ, ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇത് എനിക്കുള്ള ട്രാപ്പായിരുന്നപ്പ. എത്ര പേര് വന്നാലും എന്താ എന്റെ ഈ സ്യൂട്ടുള്ളപ്പോ നിനക്കൊന്നും എന്റെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് വെക്കണ എന്നെ കണ്ടില്ലോ. ഇപ്പൊ എന്നെ കണ്ട്, പക്ഷേ എന്നെ പിടിക്കാൻ പറ്റില്ല. വാങ്ങിക്കോ. ഇവന്മാർ കുറെ വെടിവെക്കെ ഉണ്ട്. ഈ സൂട്ടിന് താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഒരൈറ്റുണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച എന്റെ ടെക്നോളജിക്കൽ ഡ്രോൺസ്. ഇത് മതിയടാ നിങ്ങളെല്ലാം എന്തിനാൻ വേണ്ടി? പോയി എല്ലാവരെയും കൊല്ലാ ഡ്രോൺസ്. നമ്മൾ ഷിൻചാനെ രക്ഷിച്ച് ഇവിടെയുള്ള വില്ലന്മാരെയും കൊന്ന്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയൊരു വീഡിയോ